നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത് NTA. ഗുജറാത്തിലെ ഗോദ്രയിൽ നിന്ന് 30 പേരെയും ബീഹാറിൽ 17 വിദ്യാർത്ഥികളെയുമാണ് ഡീബാർ ചെയ്തത്. അതേസമയം ബീഹാറിൽ നീറ്റ് ക്രമക്കേട് അന്വേഷിക്കുന്ന CBI സംഘത്തെ ആക്രമിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തു. ജിൽബി ചേരുന്നു. ജിൽബി, ഓരോ നിമിഷവും പുതിയ വാർത്തകൾ വരികയാണ് ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴെന്താണ് അവിടെ നിന്ന് ഉള്ള ഏറ്റവും പുതിയ വാർത്ത? ഷമി, ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നായിരുന്നു ഈ നീറ്റ് UG പുനഃപരീക്ഷ നടത്തിയത്. 1563 വിദ്യാർത്ഥികൾക്ക് നടത്തിയ പരീക്ഷയിൽ വെറും 813 വിദ്യാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതിയതെന്ന് NDA അറിയിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് കുട്ടികൾ മാത്രം ഹാജരായി എന്നാണ് NDA അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതിൽ ക്രമക്കേട് കാണിച്ച വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തതായിട്ടും NDA വ്യക്തമാക്കി. 63 വിദ്യാർത്ഥികളെയാണ് രാജ്യത്താകമാനമായിട്ട് ഡീബാർ ചെയ്തിരിക്കുന്നത്. 30 പേര് ഗുജറാത്തിലെ ഗോദ്രയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നുള്ളവരാണ്. ബീഹാറിലും അത്തരത്തിൽ 17 വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ നീറ്റ് UG ക്രമക്കേടിൽ CBIയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ ബീഹാറിൽ ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്ന CBI സംഘത്തിന് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായി എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ 4 പേരെ ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഈ പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളൊക്കെ ഉണ്ടായത് NDAയുടെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഏറ്റവും ഒടുവിലായിട്ട് നടത്തുന്നുണ്ട്. കാരണം പരീക്ഷ നടത്തിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ NDAക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തുന്നതും. അതുപോലെ തന്നെ പ്രതിഷേധത്തിന് പിന്നിൽ കോച്ചിംഗ് സെന്ററുകളാണ് എന്നുള്ള ഒരു കാര്യവുമാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത്. നടപടി എടുത്തിരിക്കുന്നത്. ജിൽബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.